ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. ഇന്ന് ഞാൻ മാത്രമുള്ള ഇൻട്രോ പറയാനായിട്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ രാവിലെ പോയി. കണ്ണനകത്ത് കുറച്ച് നല്ല രീതിയിലുള്ള പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി അരിഞ്ഞരിഞ്ഞ് വെക്കണ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുക്കളയിൽ ഉണ്ടാകുന്നത് അത്യാവശ്യം പണികളിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അകത്തോട്ട് പോയിട്ട്. അപ്പോൾ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണില്ലേ? ഇവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇപ്പം ഇല്ല, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണ്. രാവിലത്തെ തന്നെ ഛർദിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കണം കേട്ടോ. ഞാൻ രാവിലെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ണനി എന്ത് ചെയ്യണമെന്നും അങ്ങോട്ടൊക്കെ പോയി നോക്കാം നമുക്ക്. അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കണം കേട്ടോ. രാവിലെ തന്നെ അടുക്കളയിൽ കൊണ്ടുവന്ന് കസേരയൊക്കെ ഇട്ടിരിക്കണേന്. എന്താണ് പരിപാടി? രാവിലെ നമുക്ക് ചെറിയ പരിപാടിയാണ്. രാവിലെ അല്ല രാവിലെ ഒരു ടൈം ടേബിൾ പോലെയാണ് ഇപ്പൊ. എല്ലാവർക്കും മനസ്സിലായി. ഞാൻ വെറുതെ കാണിച്ചു കൊടുത്താണ് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന്. സംഭവം എന്ന് വെച്ചാൽ ഫൈബർ കൂടുതൽ കഴിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാവിലെ ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട് അത് മിക്സ് ആക്കിയിട്ട് പിന്നെ ഈ സാധനം കൂടി എന്താണ് ലെറ്റ്യൂസ് ആ സാധനം കൂടി ഇത്തിരി ഇഷ്ടം പോലെ കഴിക്കാം. എങ്ങനെയാണ് കഴിക്കാം അല്ലെ? ഇത്തിരി കുറച്ചായിരിക്കും വെച്ചാൽ ഒരു ദിവസം ഫുൾ കഴിക്കാനുണ്ട്. അതെ. അപ്പം അത് കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പും ചിലപ്പോൾ ചൊറുക്ക അല്ലെങ്കിൽ നാരങ്ങ നീര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറുതെ കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കും. അതെ, വെറുതെ ഇരിക്കുമ്പോൾ തോന്നുമ്പോൾ കഴിക്കാൻ പറ്റും. വിശപ്പ് ഒന്നും ഒതുങ്ങും അല്ലേ? നല്ല വിശപ്പ് മാറും. വേറെ ഒന്നും കഴിക്കണമെന്നില്ല, വിശപ്പ് മാറും. സംഭവം വെച്ചാൽ രാവിലെ തന്നെ ഇത് ചെയ്യണം. എല്ലാ ദിവസവും മിക്ക ദിവസം ചെയ്യും. ഒന്നരാടം ചെയ്യും. ഇവിടെ തിന്നൂല, വെറുതെ എടുത്ത് വെക്കും. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണ്ട. അപ്പൊ 2 പിണക്കോട് കൊടുത്തു കഴിയുമ്പോ ഞാൻ എടുത്തു തിന്നതാണ്. കുറെ ഒക്കെ പിണങ്ങി ഞാൻ കുറച്ച് 2 വർത്തനം പറഞ്ഞു തിന്നിരുന്നു. പറയാൻ വേണ്ടി അരിഞ്ഞൊക്കെ കേട്ടാ. അപ്പൊ നമുക്ക് അരിഞ്ഞിട്ട് വേറെ കിട്ടുന്ന സംഭവം കൂടി ഉണ്ട് കേട്ടോ. അല്ലേ കിട്ടുന്ന സംഭവം കൂടി ഉണ്ട്. അയ്യോ, കിട്ടുന്ന സംഭവം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി കാണാം. ഒരാളെ നോക്കി ഇത് കണ്ടിട്ട് തന്നെ മോറുക്ക് ഞാൻ കഴിക്കണോ? ഞാൻ പറയുന്നു കുറച്ച് അരിയാനായിട്ട് പറയണായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ അരിഞ്ഞു വെക്കുമ്പോ കൊറേ ആവും എല്ലാനും കൂടെ വരുമ്പോഴ്. ഇടയ്ക്ക് ഒറ്റടിക്ക് തിന്നണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് നേരെ അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംഭവം കാണിച്ചു തരാം. ഒരു മെയിൻ സാധനം നിങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു സാധനം കടയിൽ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോൻ്റെ പേഴ്സണൽ ബ്ലെൻഡറാണ്. അപ്പോൾ അതിൻ്റെ പാക്കേജിൽ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ഇത് നമുക്കിനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 700 ml, 500 ml, 300 ml അങ്ങനെ 3 BPA ഫ്രീ ജാർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ടൈപ്പ് ബ്ലേഡ് വരുന്നുണ്ട്. 2 ലീഫ് ക്രോസ് ബ്ലേഡ് ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടും 4 ലീഫ് സെറേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതുകൂടാതെ വേറെ 2 ടൈപ്പ് ലിഡ് കൂടെ ഇതിനുണ്ട്. ഒരു സ്ട്രെയിനർ ലിഡും ഉണ്ട്, പിന്നെ ഒരു സീവ് ലിഡും ഉണ്ട്. നമുക്ക് ഇതേപോലെ ഇങ്ങനെ അടച്ചു വെക്കാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ജാറിൽ നിന്ന് എടുത്ത് നേരെ ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്കിതിൻ്റെ മെയിൻ യൂണിറ്റ് പരിചയപ്പെടാം. ഇതാണെങ്കിൽ 400 വോൾട്ട്സിൽ വരുന്ന 100% ഒരു കോപ്പർ മോട്ടറാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണും ഓഫും ആവുകയും ചെയ്തോളൂ. ഇനി നമുക്കത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു ഹെൽത്തി ആയിട്ടൊരു ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അഗാരോൻ്റെ ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങയും പച്ചമുളകും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്രൈൻഡ് ജാർ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ആ പീരൊന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇന്നൊന്നും അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും അത് ഇതുപോലെ ഈ ജാറിലേക്ക് വെച്ചതിന് ശേഷം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല പോലെ കണ്ടില്ലേ, പീര നല്ല ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചീര ഇട്ടതിന് ശേഷം തേങ്ങയും പച്ചമുളകും ഉള്ള ആ ഒരു മിക്സും കൂടെ അതിൻ്റെ അകത്തിട്ട് അത്യാവശ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്ലീനിങ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബെൽറ്റ് ഊരിക്കഴിഞ്ഞ് നമ്മുടെ നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. അത് നന്നായിട്ട് ക്ലീനായി പോകും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കണോ അങ്ങനെ ഉള്ളൊരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അത് ഇതുപോലെ നല്ലപോലെ ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അത് മെയിൻ യൂണിറ്റ് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതിയാവും. അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ്. ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ. അപ്പം നോക്കിയേ, ഞാനിവിടെ കുറച്ച് അടുക്കളയിൽ പണിയിലാണ്. അപ്പം നോക്കിയേ, നമ്മുടെ തൊട്ട് പുറകെ തന്നെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ കാണിക്കാമെന്ന് എഴുതിയത്. സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഞാനിവിടെ കുറച്ച് പരിപാടിയൊക്കെ കാണിച്ച് ഇവിടെ ചെറിയ പരിപാടിയൊക്കെ കാണാനാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ വേണ്ട. അപ്പോൾ ഇത് കൊണ്ടേ കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് കൊടുത്തു നോക്കാം.
ഉപ്പൊന്നും അധികം ഇട്ടിട്ടില്ല, മുളക് കളർ മാത്രമേ ഉള്ളൂ. ശ്രുതി ടൻ ടനാ. ഞാൻ ബാക്കിൽ കൂടെ പോയി പറിച്ച് നമ്മൾ ബാക്കിൽ പറമ്പിലുണ്ടാകണ്ടല്ലേ. അതുകൊണ്ട് ചൊറുക്കൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കണമെന്ന് കാണിച്ചൊന്നുമില്ല. കൊണ്ട് തന്നെ പിന്നെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാൻ, എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങിയല്ലേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് കരുതി. അത് കാശ്മീരിനെ ഇറങ്ങണം, അതുകൊണ്ട് എരിവുണ്ടാവൂല. എല്ലാം കുറച്ചായിട്ട് വേണം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഊറൊക്കെ മാറിയിരിക്കും. ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടി ഉണ്ടാക്കി തന്നെ അപ്പൊ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ എല്ലാരും പറയും എരിവ് കഴിക്കുന്നത്, പക്ഷെ എന്നാലും ഇത് കഴിക്കുന്നത് ഇഷ്ടമാണ് വല്ലപ്പോഴും. എരിവ് കഴിച്ചു കഴിഞ്ഞാൽ പലതും സംഭവിക്കുന്നൊക്കെ പറയും, അതുകൊണ്ട് കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ എരിവ്. വീഡിയോന്റെ ഫിൽറ്ററിൽ മാത്രം തോന്നാൻ അത് കുറവുള്ളൂ, അതുകൊണ്ടാണ്. എനിക്കധികം എരിവ് കഴിക്കാനും പറ്റില്ല, എരിച്ചിലൊക്കെ എടുക്കും. അതുകൊണ്ട് എരിവ് എല്ലാത്തിനും കുറച്ചാണ് കഴിക്കണത്. അതെ, അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ? കഴിക്കാം. അപ്പതേ നമ്മളത് സ്ഥിരം സ്പോട്ടിൽ എത്തിയട്ടെ. എവിടെ എത്തി? എറാത്തെത്തി കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നോക്കിയേ, ഇന്നലത്തെ കരിമീൻകരുടെ ഒരു വലിയ കരിമീനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതെന്ത് ചെയ്യാൻ പോണത് പറഞ്ഞോ? അത് നമ്മള് കുറച്ച് ചോറ് കൂട്ടി കലത്തിലിട്ട് കഴിക്കാനായിട്ട് കുറച്ച് മുളകും കൂടി ഇട്ടിട്ടാണ് ഒരു പിടുത്തം പിടിക്കുന്നത്. കണ്ടാ, ഈ ചോറ് ഇട്ടിട്ട് അതിൽ പിടുത്തോണ്ട് ആ മീൻ അങ്ങ് എടുത്ത് കരക്കടിപ്പിച്ചാലോ നോക്കി. മീൻ ഇതാണ്ടാ, മീൻ എന്തായാലും മാറ്റി വെക്കണം, അല്ലെങ്കിൽ കരിമീന്റെ മുള്ള നല്ല മുള്ളാണല്ലോ. അതെ, അപ്പൊ മീൻ നൈസായിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ചാറ് വെച്ചിട്ടോ അവന്റെ മുഖത്ത് ഒരു ഭംഗിക്ക്. കഴിക്കാനല്ല ഇങ്ങനെ മതി. എന്നിട്ട് നേരെ ചെയ്യാമെന്നായിരുന്നു വെച്ചാല് നേരെ ചോറിനാൻ പോണം. നമ്മുടെ കറിക്കലം നമ്മുടെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. കറിക്കലം ചേഞ്ച് ആക്കി കാണുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും, അതേപോലെ തന്നെ തോന്നായിരിക്കും. നിലത്തിട്ട് പൊട്ടിച്ച് കേട്ടോ, നിലത്ത് വീണില്ല, ആരുടെയും കഴിയുന്ന നിലത്ത് വീണില്ല, അടിയിൽ ഇങ്ങനെ ചിന്നൽ വരൂലേ, അത് നല്ല പഴക്കമായതാണ്, കുറച്ചധികം നാളായിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ചോറ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കാം. ചോറ് നല്ല രീതിയായിട്ട് കൊടുത്തിട്ട് ഒടക്കാൻ നമുക്ക് കുഴച്ചടിക്കാം അല്ലേ? അതെ, കുഴക്കാൻ പോണ എന്താവോന്നാവോ. ഇത്രയും ചോറ് മതിയില്ലേ? കുറച്ച് കേട്ടോ, കുഴണ്ടേ ചാറ് ഇഷ്ടം പോലെ ഇല്ലേ? ചാറുള്ള കറി ഉണ്ടെന്നല്ലേ, ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചാറ് നീട്ടി വെച്ചതാണ്. മതി. അതിൽ കുഴവച്ചേ കഴിച്ചോട്ടെ. മൊത്തം കൂട്ടി കുഴക്ക്. അത് തന്നെ ഞാനാണ് ചെയ്യാറ്. സുധിക്ക് പ്രശ്നം വിട്ടു കൊടുത്തേക്കിന്. നല്ല രസമുണ്ട് ഇങ്ങനെ കുഴക്കാനായിട്ട്. മൊത്തം ഇങ്ങനെ കുഴച്ചോ, മൊത്തം കുഴച്ച് കൊടുത്തല്ലേ. ആഹാ, ഇതിന്റെ അത് ഈ പച്ചമുളകിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, സെറ്റ്. ഇത്തിരി ചോറ് വേണം തോന്നണ്ട? ഇല്ല, അത് മീനെടുത്ത് പൊക്കത്തേക്ക് വെച്ചോ, വെക്കണ്ട, ഒരു ഭംഗിക്കല്ലേ. ഭംഗിക്ക് ഇരിക്കട്ടെ, അല്ല നശിപ്പിക്കരുത്. പൊടിക്കോ ഭംഗിക്കെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ. ഓക്കെ, അതെ, കരിമീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. കുഴച്ചിട്ട് നീ തന്നെ കഴിക്കി. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. അതെ, വലിയ പീസൊക്കെ എടുത്ത് ആദ്യം ചോറ് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നാലല്ലേ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. ഇന്നലെ ടേസ്റ്റ് ചെയ്താണ്ടാ, ഇന്നലെ കുട്ടിയതാണ്. ചോറൊക്കെ പാകമായിരുന്നു. ചോറിന് കിട്ടിരുന്നെങ്കിൽ ആ ടേസ്റ്റ് അങ്ങോട്ട് പോയേനെ. കരിമീൻ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ അടുത്തൊരു ചേട്ടൻ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് തന്നതായിരുന്നു. അടിപൊളി, അടിപൊളിയാണോ? പൊള്ളിയടി. ഞാൻ ഇങ്ങോട്ടേക്ക് കൈമാറാം. ഒരാൾ അവിടെ ഇരുന്ന് കൊതിയാവണിരിക്കും. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ആർക്കാണ് കൊതി വരാത്തത്? ഞാൻ എടുത്തിട്ട് വെച്ചിട്ടേ ഒരു മീൻ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മീനും കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ചോറും അങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റില്ലേ? നമ്മുടെ കരിമീൻ തീർന്ന്. കരിമീനുണ്ട്. അപ്പൊ ഇത്
ഇതേപോലെയൊക്കെ തലേദിവസത്തെ കലമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ അറിയിച്ചോ അല്ലേ തിന്നു അങ്ങനെ ഓർക്കും കറി വെച്ചോന്ന് എന്തിട്ട് തിന്നാ അല്ലേ പുട്ടൊക്കെ ആണെങ്കിൽ തിന്നാ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പിടിച്ചോ, നീ നിന്നോ. ചരിഞ്ഞു ഞാൻ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഒന്ന് കയ്യിൽ ഇപ്പൊ ചോറ് അതൊക്കെ ചരിഞ്ഞാൽ മതി, ഒരു ധൃതിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയാണ് സെറ്റ് ചെയ്ത് തന്നത് കാലത്തിൽ. അപ്പൊ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മിക്സ് ആക്കി അല്ലേ. അമ്മ ഇപ്പൊ എല്ലാ ദിവസം നേരത്തെ വരും. ഞാൻ പോണ സമയം ഞാൻ ഒരു മണി 1:30 ഞാൻ പോണത്. അപ്പൊ ആ സമയം വിളിച്ച് അമ്മയും വരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. എന്താണ് ജാസോന്നാ അതൊന്നും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ പോകണല്ലേ. അതെ, നമുക്കും വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് പോണ്. പിന്നെന്താണ്, എല്ലാവരും എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഛർദി ഉണ്ടാന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ല. അതെ, ഛർദി രാവിലെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഛർദി സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അതില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതെ, ഛർദിച്ച് കഴിഞ്ഞാൽ ഹാപ്പിയാണ് ആ ദിവസം. ഛർദിച്ചില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ അത് കാരണം അതങ്ങനെ രാവിലെ തന്നെ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചില ദിവസങ്ങളിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും. ചില ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊരു ക്ഷീണം വരും, പെട്ടെന്നൊരു ഉണർവായിരിക്കും. എല്ലാം പെട്ടെന്നായിരിക്കും. അപ്പൊ നമുക്ക് എന്താണോ പെട്ടെന്ന് അപ്പൊ തന്നെ ചെയ്യുന്നത്. അതെ, അപ്പൊ അതെല്ലാം ഇങ്ങനെ സെറ്റായി പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കൂടെ വേണം. ഇനി നിസാര അല്ലേ, ഒരു 2-3 ദിവസം മാസം അല്ലേ, കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതെ. അപ്പൊ ദിവസങ്ങൾ പോണപ്പോ ഓക്കെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഇത്ര പെട്ടെന്ന് ഇത്ര ദിവസമായ അല്ലേ. ശരിക്കും 7-ാം മാസം തുടങ്ങി അങ്ങനെ ഇരിക്കണ്. അതെ, പിന്നെ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ വഴിയെ നമുക്ക് കാണാം അല്ലേ. അതെ, 2-3 വീഡിയോസിലായി പറയണം. നമ്മൾ എന്തായാലും അടുത്ത ദിവസം തന്നെ എല്ലാം പറയാം, പരിപാടികളെന്നൊക്കെ പറയാം. എല്ലാവർക്കും അറിയാൻ പറ്റുമോ? അതെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് കൈവേന ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടേക്കാം. ഫോളോ ഇത് നോട്ടിഫിക്കേഷൻ വരാത്തവർക്ക് നോക്കാം. ചോദിക്കാനുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാട്ടോ. അതെ, എല്ലാവരും റിപ്ലൈ ഒക്കെ ചോദിക്കുന്നുണ്ട് പഴയ വീഡിയോസിനൊക്കെ. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇനി നമ്മളിങ്ങനെ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനും അങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.